ചിൽഡ്രൻ ഇന്ത്യയിൽ നിന്ന് വർദ്ധിക്കുകയാണ്. കാരണം നിങ്ങൾ ഗർഭം ധരിക്കുമ്പോഴും പ്രസവിക്കുമ്പോഴും നിങ്ങളുടെ സങ്കല്പം അമേരിക്കയാണ്. അതുകൊണ്ട് ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അമേരിക്കയുടെ പകലാണ് ഇന്ത്യയുടെ രാത്രി. ഇതൊരു ശക്തമായ ജനിതക മാറ്റമായി വന്നിരിക്കുന്നു. അവരുടെ ബയോക്ലോക്ക് മാറിയിരിക്കുന്നു, സൈറ്റോക്രോം. തത്ഫലമായി രാത്രിയിലാണ് കൂടുതലും അവർ ഉറക്കളയ്ക്കുന്നത്. Am I right? സൗരജീവിയായ മനുഷ്യൻ രാത്രിയിൽ ഉറക്കളയ്ക്കുമ്പോഴാണ് ഗ്രോത്ത് ഹോർമോണിനെ ഗണ്യമായി ബാധിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഏജിങ് എന്നത് ഉറക്കത്തിൻ്റെ കുറവ്, വിരുദ്ധങ്ങളായ ആഹാരങ്ങൾ, എണ്ണമറ്റ വാക്സിനുകൾ, ഇവയൊക്കെ പഴയകാലത്തൊരു നിയമം ഉണ്ടായിരുന്നു. 1 വയസ്സ് വരെ 20 മണിക്കൂർ എങ്കിലും ഉറങ്ങണം. 1 മുതൽ 2 വയസ്സ് വരെ 15 മണിക്കൂർ ഉറങ്ങണം. ഇപ്പോൾ 2 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് പ്രീ LKG ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. Am I right? അതിന് മുമ്പേ ആകുന്നു. ഗർഭസ്ഥാവസ്ഥയിലെ അവ പിന്നെ അതേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇതും എടുത്ത് വേറൊരാളെ ഏൽപ്പിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. വാടകയ്ക്കുള്ള ഗർഭപാത്രങ്ങളുമൊക്കെ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു IT മേഖലയിൽ. സോ അത്ര സങ്കീർണമായി നീങ്ങുകയാണല്ലോ. ഇത് 15 മണിക്കൂർ എന്ന് പറഞ്ഞത് 1 മുതൽ 2 വയസ്സ് വരെയാണ്. 2 മുതൽ 8 വയസ്സ് വരെ 14 മണിക്കൂർ ഉറങ്ങണം. 8 മുതൽ 11 വയസ്സ് വരെ 12 മണിക്കൂർ ഉറങ്ങണം. 12 മുതൽ 14 വയസ്സ് വരെ 11 മണിക്കൂർ ഉറങ്ങും. 15 മുതൽ 20 വയസ്സ് വരെ 8 മണിക്കൂർ ഉറങ്ങും. പ്രായമെത്തി ഹോർമോണൊക്കെ ഗ്രോത്ത് നിർത്തിക്കഴിഞ്ഞാൽ 6 മണിക്കൂർ നിശ്ചയമായി ഉറങ്ങും. എന്നാൽ മാത്രമേ ആഹാരമൊക്കെ ആ രീതിയിലായിത്തീരുവെന്നാണ് പ്രാചീനരുടെ കണക്ക്. ഈ കണക്ക് ഞാൻ സുശ്രുതൻ്റെയും ചരകൻ്റെയും ഒക്കെ ഏടുകളിൽ നിന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ഇത്തരമൊരവസ്ഥിതിയിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഇത് ഞാൻ ആധുനിക കെമിസ്ട്രിയാണ്. ഈ ആധുനിക കെമിസ്ട്രിയുടെ മറുവശമാണ് ചരകൻ. ചരകം, സൂത്രസ്ഥാനം, പ്രസിദ്ധങ്ങളായ കുറേ അധ്യായങ്ങളിലൂടെ, പ്രത്യേകിച്ച് ആത്രേയ ഭദ്രകാപ്പീയം പോലെയുള്ള അധ്യായങ്ങളിലൂടെ രാജാക്കന്മാര്, ഭിഷഗ്വരന്മാര്, ആത്മവേത്താക്കളായ ഋഷിമാര്, ഇവരെല്ലാം ഒന്നിച്ചിരുന്ന് നടക്കുന്ന ഒരു പരിഷത്താണ് ആത്രേയ ഭദ്രകാപ്പീയവും മറ്റും. അവിടെ നടത്തിയ ചർച്ചകളുടെ യഥാതഥ വിവരണം നിങ്ങൾക്ക് ചരകത്തിൽ ലഭിക്കും. ആഹാരത്തെക്കുറിച്ച് എത്ര പഠനമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അന്നത്തെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് ആത്രേയം ഫൗണ്ടേഷന് തോന്നിയത്. ആത്രേയം ഫൗണ്ടേഷൻ്റെ പേരിനോടും
ആത്രേയ ഭദ്രകാപ്യാദി അധ്യായങ്ങളോട് ചേർത്ത് വെച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാം. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനും പഴക്കമുള്ള അതിപ്രാചീനങ്ങളായ ചില സംഹിതകളിലൂടെ നമുക്കൊന്ന് ആദ്യം കണ്ണോടിക്കാം. എന്ന് പറഞ്ഞാൽ ശരകത്തിൻ്റെ പ്രാചീനതയ്ക്കും അപ്പുറം അതിന് നിങ്ങൾ തൈത്തരീയ ആരണ്യകം, തൈത്തരീയ ഉപനിഷത്ത് ഒക്കെ പഠിക്കുന്നത് നന്നാണ്. ഞാനതിലെ വേദമന്ത്രങ്ങളിലൂടെ പോകുന്നില്ല. പോകണമെന്ന് വിചാരിച്ചാണ് ഞാൻ റെഡിയായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത് നിങ്ങളെ കണ്ടപ്പോൾ മുതൽ തീരുമോ എന്നൊരു ശങ്ക. കാരണം പല മേഖലയിൽ നിന്ന് വന്നവരാണ് നിങ്ങളെന്ന് സ്വാഗതത്തിൽ ഞാൻ കേട്ടു. രജിസ്ട്രേഷനൊക്കെ കണ്ടിട്ടായിരിക്കണം പറഞ്ഞത്. ഞാൻ നോക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാകുന്ന ഒരു ഭാഷയിലൂടെ ഞാൻ പോയില്ലെങ്കിൽ, ഒന്നാമത് മഴയുടെ ശബ്ദം, രണ്ടാമത് വലിയ വേനലും കഴിഞ്ഞുള്ള തണുപ്പ്, സുഖമായ ഇരിപ്പ്, ഇതുവരെ ഉറങ്ങാത്ത നിങ്ങളുടെ പ്രകൃതിയിലേക്ക് ഉറക്കം ആവാഹിച്ചു വന്നാൽ ഉറക്കത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയുകയും കൂടി ചെയ്ത നിലയ്ക്ക് ഞാനിവിടെ തനിച്ചാവും, കേൾക്കാനും പറയാനും. അതുകൊണ്ട് ഞാൻ അത്തരമൊരു ഗരിഷ്ഠകർമ്മത്തിന് ഒരുങ്ങുന്നില്ല. മറിച്ച് നമുക്ക് അതിൻ്റെ ആശയത്തിലൂടെ പോവാം. തൈത്തരീയ ആരണ്യകം സൃഷ്ടിയുടെ ആദിമ രഹസ്യം അനാവരണം ചെയ്യുന്നത് ആത്മാവ്, അതിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി, പൃഥ്വിയിൽ നിന്ന് ഓഷധികൾ, ഓഷധികളിൽ നിന്ന് അന്നം. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക്. വളരെ ഭംഗിയായിട്ട് അടുക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അന്നത്തിൽ നിന്ന് പുരുഷൻ, അന്നാത് ഭവന്തി ഭൂതാനി എന്നൊക്കെ ഗീതയിൽ പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെയാണ്. ആ പുരുഷൻ അന്നരസത്തിൻ്റെ വികാരം തന്നെയാകുന്നു. രസകരമായ ഒന്ന്, അന്നരസം കൊണ്ടുണ്ടായ പുരുഷൻ്റെ അന്നദഹന പ്രക്രിയയുടെ കാതലായ അംശത്തിൽ 13 അഗ്നികൾ പ്രവർത്തിക്കുമ്പോൾ ജഠരാഗ്നി, ആദ്യമെല്ലാം പചിച്ച് അന്നവും അതിൻ്റെ രസം ആക്കി മാറ്റി മലമാക്കി പുറത്തു കളയേണ്ടതിനെ കളഞ്ഞ് ആ രസത്തെ എടുത്ത് 5 ഭൂതാഗ്നികളിലൂടെ നിങ്ങൾക്ക് ബുദ്ധിയെ ഉണ്ടാക്കാനുള്ള സാധകവിത്തം, നിറമുണ്ടാക്കുന്ന ഭ്രാജകവിത്തം, കാഴ്ചയെ ഉണ്ടാക്കുന്ന ആലോചകവിത്തം, നിങ്ങളുടെ രക്തത്തിന് നിറത്തെ ഉണ്ടാക്കുന്ന രഞ്ജകവിത്തം, പാചകവിത്തം എന്നീ
5 ഭൂതാഗ്നികളിലൂടെ വചിച്ച് സൂക്ഷ്മവചനത്തിന് താത്വഗ്നികളിലൂടെ വീണ്ടും വചിച്ച് രസവും രക്തവും മാംസവും മേധസ്സും അസ്ഥിയും അതിനപ്പുറം മജ്ജയും ശുക്രവുമാക്കി മാറ്റുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പുനർജനി തേടണമെന്ന് തോന്നിയാൽ ശാസ്ത്രത്തിന് ആ അസ്ഥി കടഞ്ഞാൽ മതിയാവും എന്നുവരെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. വിചിത്രമെന്ന് പറയട്ടെ, ഏറ്റവും പ്രാചീനമായ ഈ ഗ്രന്ഥങ്ങളിൽ അങ്ങനൊരു സംജ്ഞ തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആധുനികമായ മതഗ്രന്ഥത്തിൽ ഖുറാനിലും ഇത് ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രപരമായ സാപേക്ഷ്യങ്ങളിൽ മുഖ്യം. അതുകൊണ്ട് അന്നരസമായ പുരുഷൻ അന്നത്തിൻ്റെ വികാരമാകുന്നു. ഇനി മെല്ലെ ഒന്ന് നിങ്ങളുടെ തലച്ചോറൊന്ന് സ്വതന്ത്രമാക്കി ചിന്തിച്ചാൽ നിങ്ങൾ പത്രങ്ങളിൽ കാണുന്നതും വാർത്തകളിൽ കാണുന്നതും നിങ്ങൾ ആളുകളോട് ഇടപെടുമ്പോൾ കാണുന്നതും വീട്ടിൽ കാണുന്നതുമായ പ്രശ്നങ്ങളെല്ലാം വ്യക്തിയുടെ വികാരമാണ്. ആ വികാരം നിയമിതമാക്കാൻ ഭരണനിയമങ്ങൾ കൊണ്ട്, പാർട്ടികളെ കൊണ്ട്, മതങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കും? പാർട്ടികൾക്കുള്ളിൽ, മതങ്ങൾക്കുള്ളിൽ, കുടുംബത്തിനുള്ളിൽ എല്ലാം നിങ്ങൾ വഴക്കടിക്കുകയും വികാരം പ്രകടിപ്പിക്കുകയും പുറത്തുള്ളവരുമായി ചേരാൻ ഇഷ്ടപ്പെടുകയും അകത്തടിവെക്കുകയും ചെയ്യുന്ന സംഭ്രമബഹുലമായ ഒരു ജീവിത ശൈലിയിലേക്ക് ആധുനിക ലോകം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ തേടിപ്പോകേണ്ടത് ഏറ്റവും പ്രാചീനമായ ഈ ഗ്രന്ഥത്തിൻ്റെ സമീക്ഷയിൽ അന്നത്തിലേക്ക്. എനിക്ക് തുടരാമോ? കാരണം ഞാൻ വളരെ അപകടകരമായ ഒന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഭരണഘടനകൾ, നിങ്ങളുടെ സംഘടനകൾ, നിങ്ങളുടെ മതങ്ങൾ, നിങ്ങളുടെ ജാതികൾ, നിങ്ങൾ ഊറ്റം കൊള്ളുന്ന നിങ്ങളുടെ അഭിമാനങ്ങളെയെല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് ഞാൻ സംസാരിച്ചത്. ഒന്നിനെ മാറ്റി നിർത്തിയിട്ടില്ല, ഒന്നിൻ്റെയും പ്രതിനിധിയായിട്ടല്ല. ഈ ശാസ്ത്രം പറയുമ്പോൾ കേവലം അന്നത്തിൻ്റെ പ്രതിനിധിയായിട്ട് മാത്രം. ഇതിൻ്റെ സങ്കീർണത ഏറ്റവും കൂടുതൽ അവിടെയാണ്. വളരെ ശക്തമായി പറഞ്ഞത് സവായേശ പുരുഷോ അന്നരസമയ. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ പ്രാചീന പദം ഞാൻ എടുത്തു പറഞ്ഞു പോയത്. ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. വളരെ ശക്തമായി പറഞ്ഞത് അതുതന്നെയാണ്. ഏറ്റവും പ്രാചീനമായ അതിനെ വെച്ചിട്ടാണ് വീണ്ടും പറഞ്ഞത്, ഭൂമിയിലുള്ള എല്ലാ ജീവികളും അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അന്നാത് വൈ പ്രജായന്തേ. ഉപനിഷത്ത് മേടിച്ച് പഠിച്ചോളുക. അത് ഡീറ്റെയിൽഡായിട്ട് അതിലൂടെ പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞത് സംഭവിക്കും. എന്നാലാണെങ്കിൽ എൻ്റെ ആചാര്യന്മാരും ശ്രുതിയും എന്നെ
അത് പറയുന്നതിനാണ് എൻ്റെ മസ്തിഷ്കത്തിൽ ഉത്ബോധിപ്പിക്കുന്നത്. ഞാനതുകൊണ്ടൊരു ലേശം സംഘർഷത്തിലാണ്, തുറന്നു പറഞ്ഞാൽ. ഒരു ഓസിലേഷനിലാണ്. ശ്രുതിയുടെയും സ്മൃതിയുടെയും രണ്ട് ലോകങ്ങളിൽ. നിങ്ങളോട് നീതി പുലർത്തണം, എന്നെ വിളിച്ചവരോട് നീതി പുലർത്തണം. പക്ഷേ എൻ്റെ പൂർവിക സത്വം അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നതിൽ ഇങ്ങനൊരു സംഘർഷം. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് അത് ഇടയ്ക്ക് വന്നു പോവും, ക്ഷമിക്കുക. കേൾക്കരുത് എന്ന് നിർബന്ധമുള്ളവർ, സ്വയം ഈയമുരുക്കി ഒഴിച്ചവർ കേൾക്കാതിരിക്കുക. കർണങ്ങളിൽ പൈതൃക സത്വത്തിൻ്റെ സമഞ്ജസ ഭൂമിയിലാണ് ഇതെല്ലാം മുളപൊട്ടി വികസിച്ചിട്ടുള്ളത്. അന്നം കൊണ്ട് തന്നെ ഈ ജീവജാലങ്ങൾ ജീവിക്കുന്നു. അവസാനം അന്നത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അന്നമാണ് ആദ്യജാതൻ, ആദ്യമുണ്ടായിട്ടുള്ളത് ഭൗതിക വസ്തുക്കളിൽ. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ്, വസ്തുക്കളെ വെച്ചാണ് പറയുന്നത്, ജീവജാലങ്ങളെ വെച്ചാണ് പറയുന്നത്. എന്നതിനാൽ അന്നം ശ്രേഷ്ഠമാകുന്നു. അതുകൊണ്ട് അന്നത്തെ സർവ ഔഷധം എന്ന് പറയും. അന്നത്തെ ബ്രഹ്മമായിട്ടുപാസിക്കുന്നവർ എല്ലാ വക അന്നത്തെയും പ്രാപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാ ഭൂതങ്ങൾക്കും മുമ്പുണ്ടായതാകയാൽ അത് ശ്രേഷ്ഠമാകും. അതിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാകുന്നു. ജനിച്ചവ അന്നം കൊണ്ട് വളരുന്നു. ജീവികളാൽ ഭക്ഷിക്കപ്പെടുകയും ജീവികളെ ഭക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അന്നവും അന്നാദനും അന്നമാകും. ഇതാണ് ആ ഏറ്റവും പ്രാചീന ഉക്തി. എത്ര പഠിച്ചവരാണ് നിങ്ങൾ, എത്ര പരിഷ്കൃതരാണ് നിങ്ങൾ. ഒരു പരസ്യം കണ്ടാൽ നിങ്ങളുടെ ജീവനും മറന്ന്, നിങ്ങളുടെ കുട്ടികളുടെ ജീവനും മറന്ന് ഓടിപ്പോയി അത് വാങ്ങിച്ചാൽ കഴിക്കുക. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം ഓരോ പ്രായത്തിൽ കഴിക്കാനുള്ള പീഡിയാഷുവറും വാങ്ങിച്ച് കൂട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുക. കലക്കി കൊടുക്കുന്നത് രാവിലെ തന്നെ കണ്ടു. അല്പം ചൂടുവെള്ളം കൊച്ചിന് കൊടുക്കാനാണ് പീഡിയാഷുവർ, മോളിബ്ഡീനം, കോപ്പർ. ഓർമ്മ വരുമോ? ക്രോമിയം എല്ലാം ചേർന്നൊരു സംയുക്തമായി മനുഷ്യൻ ആഹരിക്കുന്ന പദാർത്ഥങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ആഹരിച്ച് അവൻ്റെ ആവശ്യത്തിന്, അവനാവശ്യമായ ലിവറിൽ സൂക്ഷിക്കേണ്ട കോപ്പറും മറ്റും അന്നത്തിൽ നിന്ന് അവൻ ഒരു ഫാക്ടറിയിൽ എന്ന പോലെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് പകരം കഴിക്കാവുന്ന തലത്തിലാണോ എന്ന് ചിന്തിക്കാതെ ഈ പദാർത്ഥങ്ങളെ പൊടിച്ച് തരുമ്പോൾ, അതൊരു കുഞ്ഞിലേക്ക് കൊടുക്കുമ്പോൾ ആ വക സാധനങ്ങൾ അതിൻ്റെ മേധയിൽ, അതിൻ്റെ ബുദ്ധിയിൽ എങ്ങനെയെല്ലാം പെരുമാറുമെന്ന് ഏതെങ്കിലും തള്ളയ്ക്ക്, ഏതെങ്കിലും അമ്മിക്ക് വിവരമുണ്ടോ? അമ്മയ്ക്ക് എന്ന പദം ഉപയോഗിക്കാത്തത് ഇതറിയാൻ വയ്യാത്തവരെ വിളിക്കാവുന്ന പദങ്ങൾ മറ്റത് രണ്ടും ആയതുകൊണ്ടാണ്. ഒരു കമ്പനിയോ കുറേ ഡോക്ടർമാരോ കുറേ വൈദ്യന്മാരോ പണമുണ്ടാക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്നതിനപ്പുറം നിങ്ങളുടെ ജീവശക്തിയിലേക്ക്
എന്തിതു തരും? മോളിബ്ഡീനവും കോപ്പറും ഒരുമിച്ച്. കോപ്പറിൻ്റെ ജാരനാണ് മോളിബ്ഡീനം. നിങ്ങൾ അടിക്കുന്ന ഈ പെയിന്റുകളിലെല്ലാം മോളിബ്ഡീനമുണ്ട്. അതിൽ നിന്നൊരു കഷണം ഒരു പശു തിന്നാൽ മതി, അതിലെ കോപ്പർ അരിച്ചു പോകും, പശു ചാവും. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം, സിമ്പിളായി പരീക്ഷിച്ച് നോക്കാം. ഒരു ഭാഗത്ത് കോപ്പറും ചേർക്കുന്നു, മോളിബ്ഡീനവും അതിൻ്റെ ജാരനായ മോളിബ്ഡീനവും ചേർക്കുന്നു. എന്തൊരു വൈരുദ്ധ്യമാണിത്! ടിന്നിൽ കണ്ടതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നു, പരസ്യം കണ്ടതുകൊണ്ട് വാങ്ങിക്കുന്നു. ഒരു കൊച്ചു ചാടുന്നതായി പരസ്യം കാണിക്കുന്നു. ചാടുന്ന കൊച്ചും ഈ സാധനവുമായി ഒരു ബന്ധവുമില്ല. Am I right? യാതൊരു ബന്ധവുമില്ല. ഇവിടെയാണ് ഈ വ്യത്യാസം. അപ്പോൾ അന്നമാണ് ആഹരിക്കുന്നത്, അന്നം തന്നെയാണ് ആഹരിപ്പിക്കുന്നത്. അന്നവും അന്നാദനും അന്നമാണ്. ഇതോ അച്ഛൻ കഴിച്ച് അന്നം പരിണമിച്ച് ബീജവും, അമ്മ കഴിച്ച് അന്നം പരിണമിച്ച് അണ്ടവും, അതിൻ്റെ സംയോഗം കൊണ്ട് കുട്ടിയും, അത് അമ്മ കഴിക്കുന്ന ആഹാരരസം കൊണ്ട് ദോഹത കാലത്തിൽ അതിൻ്റെ വളർച്ചയും, ജനിച്ചു കഴിഞ്ഞാൽ വാരി കൊടുത്തു വളർത്തിയും വാരിത്തിന്നു വളർന്നും വയസ്സായി മരിച്ചാൽ കുഴിച്ചിടുമ്പോൾ പുഴുക്കളുടെ എണ്ണം, മരത്തേൽ കെട്ടിവെച്ചാൽ പാഴ്സികൾ അങ്ങനെയാണ്, കഴുകൻ്റെ എണ്ണം. നല്ല കല്ലുമൊക്കെ കെട്ടി ഗംഗയിൽ താഴ്ത്തിയാൽ, സ്വാമിമാരെയൊക്കെ അങ്ങനെയാണ് താഴ്ത്തുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് താഴ്ത്തിയാൽ മത്സ്യത്തിനല്ല, അടിത്തട്ടിലെ മത്സ്യം കൊത്തി തിന്നും. കത്തിച്ച് ചാമ്പലാക്കിയാൽ മരങ്ങൾക്കന്നം. ഏതിന് നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മതം തീരുമാനിച്ചോട്ടെ. ഏതായാലും അന്നം മുതൽ അന്നം വരെയാണ് ഈ പണി. കാരണം മരിച്ചു കഴിഞ്ഞ ഒരെണ്ണം ആരുടെ അന്നമാകണം എന്നതിൽ മാത്രമേ ഈ വ്യതിയാനം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ സാമാന്യ ബുദ്ധിക്ക് തോന്നുന്നു. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഈ അന്നരസമായ പുരുഷൻ അന്നം മുതൽ അന്നം വരെ പോകുന്നത് കൊണ്ട് ജീവികളാൽ ഭക്ഷിക്കപ്പെടുകയും ജീവികളെ ഭക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിന് അന്നമെന്ന പേർ വന്നത് എന്ന ഏറ്റവും പ്രാചീന ഗ്രന്ഥം. പ്രസിദ്ധമായ അന്നരസത്തിൽ നിന്ന് ആണ് അതിൽ നിന്ന് ഭിന്നമായ പ്രാണൻ. പ്രാണനെ കൊണ്ടാണ് ഈ അന്നമയം പൂർണ്ണമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രാണന്റെ രക്ഷണാർത്ഥമായിരിക്കണം അന്നം. ഇതാണ് നമ്മൾ മറന്നുപോയത്. പ്രാണന്റെ രക്ഷയ്ക്കായിരിക്കണം എല്ലാ അന്നവും. അവിടെ 3 കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. ഒന്ന്, ജനിച്ചു വരുമ്പോൾ സ്വാഭാവികമായൊരു കുഞ്ഞിന് ആദ്യമുണ്ടാകുന്ന ഡ്രൈവ്, ചോദന തൻ്റെ സുരക്ഷയാണ്.
അതുകൊണ്ടാണത് എപ്പോഴും അമ്മയുടെ അടുക്കൽ നിൽക്കുന്നതും അമ്മയുടെ അടുക്കലേക്ക് ആരെയെങ്കിലും കണ്ടാൽ ഓടുന്നതും അമ്മയുടെ സാരിത്തുമ്പിൽ പിടിക്കുന്നതുമല്ല. നിങ്ങളിൽ ഏത് അമ്മയെ ഇപ്പം എടുത്താലും ആ പിടി ഇഷ്ടപ്പെടാത്തവരാണ്. ഒരു 40 വയസ്സിന് താഴെ ആ പിടി ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഇന്ന് അതീവ വിരളമാണ്. എൻ്റെ പ്രസ്താവന അപ്പോൾ തന്നെ ആ കുട്ടിക്കൊരു സന്ദേശം അമ്മയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. നിന്റെ സുരക്ഷ ആവശ്യമുള്ളതല്ല. ഇവിടെയാണ് ആദ്യത്തെ തെറ്റ് സംഭവിക്കുന്നത്. അതിനെ ഞാൻ വേറൊരു പേരിൽ പറയാം, ദ ഫസ്റ്റ് ഒബ്സഷൻ ഇൻ ലൈഫ്. അതാണ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുക. മറ്റേ ഞാൻ പറഞ്ഞ നാടൻ പദം നിങ്ങൾക്ക് അത്രയും മനസ്സിലാവില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്സഷൻ. അവിടെ മുതൽ ആ കുഞ്ഞ് വളരുന്നത് ഒബ്സസീവ് ന്യൂറോസിസിലൂടെയും ഒബ്സസീവ് സൈക്കോസിസിലൂടെയുമാണ്. ഈ രോഗമില്ലാത്ത കുഞ്ഞുങ്ങളിന്നില്ല. നിങ്ങളുടെ കുട്ടി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ എങ്ങനെ ടിക്കറ്റ് എടുക്കണം, എങ്ങനെ വണ്ടിയെ കയറണം, എല്ലാം ഒബ്സഷനാണ്. നിങ്ങളുടെ മുതിർന്ന കുട്ടികൾ, ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഓഫീസിലെത്തിയാൽ ഒബ്സഷനാണ്. ചെറുപ്പക്കാർ ധാരാളമായി മതപഠനത്തിനെത്തുമ്പോൾ പ്രായം ചെന്ന സന്യാസിമാരും സന്യാസിനിമാരും പുരോഹിതന്മാരും എല്ലാം വിഷമിക്കുന്നത് ആ ചെന്ന കുട്ടികൾ ഒബ്സഷനിലാണ്. Am I right, father? Am I right? ഇതിൻ്റെ ആദ്യത്തെ ബാലപാഠം നിങ്ങൾ അമ്മമാർ ഉണ്ടാക്കുന്നതാണ്. പ്രാണന്റെ സുരക്ഷയെ പൂർണ്ണമായും വെടിഞ്ഞിട്ടാണ് നിങ്ങൾ കുട്ടിയെ തള്ളിവിടുന്നത്. ഈ സമയത്ത് അവനിലെ പ്രാണവിരുദ്ധങ്ങളായ 2 ചോദനകൾ സടകുടഞ്ഞെഴുന്നേൽക്കും. ഒന്ന്, ദ ഡ്രൈവ് ഫോർ അഡ്വഞ്ചർ. 2, ദ ഡ്രൈവ് ഫോർ റെക്കഗ്നിഷൻ. അതിസാഹസികതയ്ക്കുള്ള ചോദനയും അറിയപ്പെടാനുള്ള ചോദന.